മനുഷ്യജീവൻ ഗർഭധാരണത്തിൻ്റെ നിമിഷം മുതൽ ഒന്ന് ആദരിക്കപ്പെടുകയും രണ്ട് നിരുപാധികം സംരക്ഷിക്കപ്പെടുകയും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകള് നിങ്ങളുടെ മരുമകള് ഗർഭിണികളാണെന്നറിഞ്ഞാൽ അത് ഭർത്താവായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, ആരായിക്കോട്ടെ, കർത്താവിൻ്റെത് പറയുന്നു ഒന്ന് ആദരിക്കണം. ചില അമ്മമാരെന്ത് ചെയ്യുന്നറിയോ? കുഞ്ഞിനെ ഇപ്പോൾ വേണ്ട, 2 കുഞ്ഞ് മതി, കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കുക. എന്നിട്ട് ഈ ചില പിശാച് കയറിയിട്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരിക്കും മരുമകളെ ഇട്ട് മാക്സിമം പീഡിപ്പിക്കുന്നത്. ഇത് കൊട്ടിയ പിശാചാ. ആദരിക്കണമെന്ന്, കുഞ്ഞിനെയാണ് ആദരിക്കേണ്ടത്. 2 ബഹുമാനിക്കണം. അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യജീവി ഒരു വ്യക്തിയുടെ അവകാശങ്ങളുള്ളവനായി അംഗീകരിക്കപ്പെടണം. എപ്പോഴെങ്കിലും നമ്മുടെ ഏതെങ്കിലും സഹോദരിമാരെ ഗർഭസ്ഥ അവസ്ഥയിൽ മാനസികമായി തളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ണുനീരിൽ ചാലിച്ചേറ്റു പറയണം. അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തടസ്സമാവും, നമ്മുടെ കൊച്ചുമക്കളുടെ മക്കളുടെ ജീവിതത്തിന് തടസ്സമാകും. ചില ഭർത്താക്കന്മാരാണ് ഈ വലിയ കെണി. അത് ആ കുഞ്ഞിനോട് ചെല്ലുന്ന ക്രൂരതയും കൊലപാതകവുമാണ്. 1 യോഹന്നാൻ 3:15 പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. വെറുപ്പ്, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് കൊലപാതകമാണ്. ഈശോ പറഞ്ഞു സ്വർഗരാജ്യത്തിൽ പോകില്ല. കൊലപാതകി ഒരിക്കലും ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. വെറുപ്പേറ്റു പറയണം. ഏറ്റവും കൂടുതൽ ഈ പ്രായത്തിലായിരിക്കുന്ന അമ്മമാരിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കെണിയാണ് വെറുപ്പ്. ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറയും എനിക്കൊരു വെറുപ്പ് ആരോടും കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കുക. എന്തില്ല? എന്നിട്ട് പറയും എന്തില്ല? വെറുപ്പില്ല. കണ്ടു കഴിഞ്ഞാൽ ചില അമ്മമാർ തുപ്പും ചില മനുഷ്യരെ. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തുപ്പും. അതൊരു ഈ സ്പിരിറ്റ് വേറെയാ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചുമക്കളോ അബോർഷൻ ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തല പോയാലും മനസ്സുകൊണ്ട് കൂട്ട് നിൽക്കരുത്. ഞാൻ ഒരു വ്യക്തിയാണോ ഒരുപാട് വ്യക്തിയാണോ? അമ്മമാർ പറ. ഒരു വ്യക്തി. എനിക്ക് അപ്പനുണ്ടായിരുന്നോ? നിങ്ങൾ പറ. ആ അപ്പനുണ്ടായിരുന്നോ? ആ അപ്പനോ ഉണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഞാൻ അവരെ കെട്ടിക്കുമോ? ആ മക്കൾക്ക് മക്കളുണ്ടാവുമോ? അവരെ കെട്ടിക്കുമോ? അവർക്ക് മക്കളുണ്ടാവുമോ? ഇനി പറ, ഞാൻ ഒരു വ്യക്തിയാണോ ഒരുപാട് വ്യക്തിയാണോ? ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ? നമ്മുടെ ചിന്തയൊന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയേ. അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത തലമുറ ഉണ്ടാകുമോ? ഇപ്പോൾ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെയാണോ കൊല്ലുന്ന, ഒരു തലമുറേനെയാണോ കൊല്ലുന്നത്? വരാനിരിക്കുന്ന ഒരു വലിയ തലമുറേനെയാണ് ഒരാൾ അബോർഷനിലൂടെ ഇല്ലാതാക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ആർക്കും അറിയില്ല. ഇതിൻ്റെ ഗൗരവം കുറച്ച് നാളിന് മുമ്പ് എനിക്ക് മനസ്സിലായത്. ഒരു വ്യക്തിനെ അല്ല കൊല്ലുന്നത്, വരാൻ പോകുന്ന വലിയൊരു തലമുറേനെയാണ്. ഇപ്പോൾ 1000 ആത്മാക്കളുടെ മേൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ അമ്മമാർ തല പോയാലും, ചില അമ്മമാർ ചോദിക്കും നീ എന്തിനാ ഈ പെറ്റ് പെരുകുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കരുത്. വചനത്തിന് വിപരീതമാണ്. എൻ്റെ വീട്ടിൽ 10 മക്കളായിരുന്നു. ഞങ്ങൾ 6 പേര് മരിച്ചു. എൻ്റെ അമ്മ രാജകീയ മരണമാണ് സ്വീകരിച്ചത്. മരണത്തിന് നിമിഷം വരെയും കൊച്ചുമക്കൾ, മരുമക്കളൊക്കെ ചുറ്റും കൂടിയെന്ന യാത്രയാക്കിയത്. അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പോയി തലയിട്ട് അടിക്കും. കർത്താവേ, എൻ്റെ അമ്മായും എൻ്റെ കുടുംബജീവിതം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ, അതുകൊണ്ട് പറയും മക്കളെ നിങ്ങൾ ജീവിരടി, നിങ്ങൾ സ്നേഹിര് എന്ന് പറയുമ്പോൾ ഈ മരുമോൾക്കും മോനും തോന്നും എൻ്റെ അമ്മേനെ കുറച്ചും കൂടെ സ്നേഹിക്കണമെന്ന്. നമ്മളിങ്ങനെ സ്നേഹിക്കാൻ നിർബന്ധിച്ചാൽ അവർ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ അവരെ അകറ്റാൻ തുടങ്ങിയാൽ മകൻ എന്ത് ചിന്തിക്കും? എനിക്ക് കുടുംബമായൊരു സ്വസ്ഥമായൊരു ജീവിതം വേണമെങ്കിൽ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞേ അങ്ങനെയും ചിന്തിക്കുന്നു. ചില അമ്മമാർ ക്ലാസ്സും അച്ചാറൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും മദ്യപിക്കാനായിട്ട്. കെണിയാത്. എനിക്കറിയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഒരമ്മ വീടി വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. വീടി മേടിക്കാൻ കൊച്ചു പയ്യനെ പറഞ്ഞു വിടുമായിരുന്നു. ഒടുവിൽ അവൻ പേപ്പർ ചുരുട്ടിയാണ് വീടി വലിച്ചു തുടങ്ങിയത്.
പിന്നീട് അവൻ ചെയിൻ സ്മോക്കറായി തീർന്നു. അമ്മയുടെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ച് ഊതി വിടുന്ന തരത്തിൽ, പുക അമ്മയുടെ മുഖത്തേക്ക് ഊതി വിടുന്ന തരത്തിൽ മകൻ നശിച്ചു. എൻ്റെ കാരണക്കാരി ആരാ? പറ. അമ്മയാ. പണ്ടുള്ള അമ്മമാർ പ്രസവിച്ച് കഴിയുമ്പോൾ വയറിന് ഇച്ചിരി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കുടിക്കുമായിരുന്നു? മദ്യം കുടിക്കുമായിരുന്നു. അങ്ങനെ മക്കളെ കൊണ്ട് വേടിപ്പിക്കും, ഭർത്താവുമായിട്ട് ഒരുമിച്ചിരുന്ന് കുടിക്കും. അവസാനം മക്കൾ ആരായി മാറി? അറിയപ്പെടുന്ന മദ്യപാനികളായി മാറി. ഏറ്റുപറയണം. ഈ തമിഴ്നാട് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ വണ്ടിക്കകത്തോ റോഡിലോ ഇരിക്കാൻ പറ്റില്ല. ചുമന്ന കളറിൽ ബ്ലഡാന്നിയായിരിക്കും തുപ്പി നിറച്ച് വെച്ചേക്ക്. എന്തുണ്ടാ? മുറുക്കിയിട്ട്. എത്ര ആളിന് ക്യാൻസറാണെന്നറിയോ? അതൊരു ശീലമായി മാറി. ചേർന്ന് പറ ഹല്ലേലൂയ. അത് പുരുഷന്മാരല്ല കൂടുതലും. ആരൊക്കെയാ? സ്ത്രീകളാണ്. തിരുത്തണം അമ്മമാരെ. തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം. സ്വർഗത്ത് പോകണമെങ്കിൽ പരിപൂർണ്ണ വിശുദ്ധി വേണം. കുമ്പസാരിക്കണം.